നമ്മളിപ്പോൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ഭാരത കഥാമൃതം മഹാഭാരത സംഗ്രഹം, കടപ്പാട് ശ്രീ സായി പബ്ലിക്കേഷൻസ്, പാൽക്കുളങ്ങര. അപ്പോൾ 2 കഥ ഞാൻ വായിച്ചു കഴിഞ്ഞ് ഇനി 3ാമത്തെ വായിക്കാൻ പോവുകയാണ്, ആസ്തിക ചരിതം. അപ്പോൾ കഥയിൽ ചോദ്യമില്ല. അപ്പം നമുക്ക് കേൾക്കാം ആസ്തിക ചരിതം. ജരൽക്കാരു എന്നൊരു യുവ മുനി സത്തനുണ്ടായിരുന്നു. അദ്ദേഹം സർവസംഘ പരിത്യാഗിയായി വനങ്ങൾ തോറും ചുറ്റി സഞ്ചരിച്ചു കൊണ്ടിരുന്നു. ഒരിക്കൽ അദ്ദേഹം ഒരു മലയിടുക്കിലെത്തിയപ്പോൾ ഒരു അത്ഭുത ദൃശ്യം കണ്ടു. ഒരു പൊട്ടക്കിണറ്റിൻ്റെ ചുറ്റും നിൽക്കുന്ന പൊട്ടി വീഴാറായ പുല്ലിൽ പിടിച്ചു തൂങ്ങി കുറേ ആളുകൾ കിണറ്റിലേക്ക് തല കീഴായി കിടക്കുന്നു. ഇത് കണ്ട് അത്ഭുതത്തോടെ ജരൽക്കാരു അവരോട്, നിങ്ങൾ ആരാണ്, എന്തിനാണ് ഇങ്ങനെ ഇവിടെ കിടക്കുന്നത് എന്ന് ചോദിച്ചു. അപ്പോൾ അവർ പറഞ്ഞു, ഞങ്ങൾ യയാവരന്മാരാണ്. സന്തതികളില്ലാത്തതിനാലാണ് ഞങ്ങൾക്ക് ഈ ഗതി വന്നത്. ഞങ്ങളുടെ കുലത്തിൽ ജരൽക്കാരു എന്നൊരു സന്താനം മാത്രമേയുള്ളൂ. അയാൾ വിരക്തനും സന്യാസിയുമാണ്. വിവാഹം കഴിച്ചിട്ടുമില്ല. അവനും കൂടി മരിച്ചാൽ ഞങ്ങൾക്ക് ഈ കിണറ്റിൽ വീഴുകയല്ലാതെ മറ്റൊരു ഗതിയുമില്ല. ഞങ്ങൾ പിടിച്ചു തൂങ്ങിക്കിടക്കുന്ന ഈ ഉണക്കപ്പുല്ലുകൾ എലി കരണ്ട് തിന്ന് പൊട്ടാറായിരിക്കുകയാണ്. ഇത് പൊട്ടി വീഴാൻ ഇനി അധിക കാലം വേണ്ടിവരില്ല. ജരൽക്കാരു അവരുടെ വാക്കുകൾ കേട്ടു വിഷണ്ണനായി. അവർ പരാമർശിച്ച ജരൽക്കാരു താനാണെന്നും അവരുടെ പാപമോചനത്തിന് വേണ്ടി എന്ത് ചെയ്യുവാനും താൻ തയ്യാറാണെന്നും ജരൽക്കാരു അവരോട് പറഞ്ഞു. അവർ പറഞ്ഞു, മകനെ, നിന്റെ പിതൃക്കളാണ് ഞങ്ങൾ. നീ നിത്യബ്രഹ്മചാരിയായിരിക്കുന്നത് കൊണ്ടാണ് ഞങ്ങൾക്ക് ഈ നില വന്നത്. നീ വിവാഹിതനാവുക, സന്താനങ്ങളെ ജനിപ്പിക്കുക. ജരൽക്കാരു അവരോട് പറഞ്ഞു, വൈവാഹിക ജീവിതത്തിൽ എനിക്ക് താല്പര്യമില്ല. നിങ്ങളുടെ ഗതിക്ക് വേണ്ടി വേണമെങ്കിൽ ഞാൻ വിവാഹം കഴിക്കാം. പെണ്ണിനെ ദാനമായി ലഭിക്കണം. എൻ്റെ പേരുള്ള ഒരു പെണ്ണുമായിരിക്കണം. ഇത്രയും പറഞ്ഞ് ജരൽക്കാരു വീണ്ടും യാത്ര തുടർന്നു. കാലം കുറേ കഴിഞ്ഞ് നാഗരാജാവായ വാസുകി ജരൽക്കാരു എന്നു പേരുള്ള തൻ്റെ സഹോദരിയെ പത്നിയായി സ്വീകരിക്കണമെന്ന അഭ്യർത്ഥനയുമായി ജരൽക്കാരുവിനെ സമീപിച്ചു. ജരൽക്കാരു തേടി നടന്നതും ഒരു ജരൽക്കാരുവിനെയായിരുന്നു. അദ്ദേഹം സന്തോഷത്തോടെ വാസുകിയുടെ സഹോദരിയെ വിവാഹം കഴിച്ചു. ജരൽക്കാരു പത്നിയോട് പറഞ്ഞു, എനിക്ക് അഹിതമായി എന്തെങ്കിലും പ്രവർത്തിച്ചാൽ ഞാൻ ആ നിമിഷം നിന്നെ വിട്ടുപോകും. ജരൽക്കാരു നാഗകന്യകയുമൊത്ത് കുറേ കാലം ഒരു ആശ്രമത്തിൽ ദാമ്പത്യ ജീവിതം നയിച്ചു. ഒരു ദിവസം ഭാര്യയുടെ മടിയിൽ തലവെച്ച് ജരൽക്കാരു കിടന്നുറങ്ങി. സമയം സന്ധ്യയായി. ഭർത്താവ് ഉണരുന്നില്ല. നാഗകന്യക പരിഭ്രമിച്ചു. സന്ധ്യാവന്ദനം നടത്താനാവാതെ പോയാലോ? അവൾ ജരൽക്കാരുവിനെ വിളിച്ചുണർത്തി. ജരൽക്കാരുവിന് അത് ഇഷ്ടപ്പെട്ടില്ല. അദ്ദേഹം ക്ഷുഭിതനായി. നീ പതിഭക്തിയും പാതിവൃത്യമുള്ളവളുമാണ്. എന്നാൽ എന്നെ ഉണർത്തിയത് മൂലം ഭർത്തൃ ശുശ്രൂഷയ്ക്കു ഭംഗം വന്നു. ഞാൻ ഉണർന്നില്ലെങ്കിൽ ഉണരും വരെ സൂര്യൻ അസ്തമിക്കില്ല. അത്ര മഹത്വം എനിക്കുണ്ട്. നീ എനിക്ക് അഹിതം പ്രവർത്തിച്ചതുകൊണ്ട് സത്യപ്രതിജ്ഞയനുസരിച്ച് ഞാൻ നിന്നെ വിട്ടുപിരിയുന്നു. നാഗകന്യക സങ്കടപ്പെട്ടു. കദ്രുവിൻ്റെ ശാപം മൂലം സർപ്പവംശം ആകെ അഗ്നിയിൽ പതിച്ചു നശിക്കുമെന്ന് കരുതി. ആ ശാപത്തിൽ നിന്ന് മോചിപ്പിക്കാൻ ത്രാണിയുള്ള ഒരു മകൻ എനിക്കുണ്ടാകണമെന്ന് ആശിച്ചുകൊണ്ടാണ് ജ്യേഷ്ഠനായ വാസുകി എന്നെ അങ്ങേക്ക് കന്യാദാനം ചെയ്തത്. അത് സാധിക്കാതെ വന്നാൽ ജരൽക്കാരു അവളെ സാന്ത്വനപ്പെടുത്തി പ്രകാരം അനുഗ്രഹിച്ചു. ദിവ്യനായ ഒരു പുത്രൻ നിന്റെ ഉദരത്തിൽ വളരുന്നുണ്ട്. അവൻ സർപ്പവംശത്തെ രക്ഷിച്ചുകൊള്ളും. നാഗകന്യക വാസുകിയെ ചെന്ന് കണ്ടു വിവരങ്ങൾ അറിയിച്ചു. അദ്ദേഹം തന്നോടൊത്ത് താമസിപ്പിച്ചു. അങ്ങനെയിരിക്കെ അവൾ ഒരു പുത്രനെ പ്രസവിച്ചു. സർപ്പവംശം ആകെ സന്തോഷിച്ചു. വാസുകി ആ ബാലന് ആസ്തികൻ എന്ന് നാമകരണം ചെയ്തു. അവൻ ദിവ്യത്വം തപോനിഷ്ഠയും തികഞ്ഞ ഒരു കുമാരനായി വളർന്നു. ചവന മഹർഷിയെ ആചാര്യനായി വരിച്ചു. അദ്ദേഹത്തിൽ നിന്ന് വേദാന്തങ്ങളും ഉപനിഷത്ത് ശാസ്ത്രങ്ങളും അവൻ അഭ്യസിച്ചു. ഒപ്പം തപസ്സും അനുഷ്ഠിച്ചു. ശവന മഹർഷിയുടെ അനുഗ്രഹ ആശീർവാദങ്ങളും വാങ്ങി മാതാപിതാക്കളോടൊത്ത് താമസിക്കുന്ന കാലത്തായിരുന്നു മാതൃ നിർദ്ദേശമനുസരിച്ച് ജനമേജയൻ്റെ സർപ്പസത്രം മുടക്കിയതും കുലനാശത്തിൽ നിന്ന് സർപ്പവംശത്തെ രക്ഷിച്ചതും. അപ്പോൾ കഥ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടല്ലോ. അപ്പോൾ ഈ കഥ കേട്ടുകൊണ്ടിരിക്കുന്നവർ മറ്റുള്ളവർക്ക് കൂടി ഷെയർ ചെയ്ത് കൊടുക്കുക. അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ ഒരു ലൈക്കും കൊടുക്കുക. നമസ്കാരം.